ഫുൾ ഓൺ ചെയ്യാം അല്ലെ? ഫുൾ ഓൺ ചെയ്യാൻ കഴിയും. 2023 വണ്ടി വരുന്നത്. 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 40,000 നമുക്ക് ലോൺ 40,000 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വാറണ്ടി ഇതിൽ നമുക്ക് 2 വർഷത്തെ വാറന്റിയും കൊടുക്കാൻ കഴിയും. 1 വർഷത്തെ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഫുൾ ഓൺ ഇറങ്ങാൻ പറ്റും. ഇത് ഫുൾ ഓൺ, 1 രൂപ പോലും വേണ്ട. നമുക്ക് ഡോക്യുമെന്റ് ഓക്കെ ആണെങ്കിൽ 50 രൂപയ്ക്കുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് ആണ് വരുന്നത് അല്ലേ? സോ നമുക്ക് ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു പൈസക്ക് നമുക്ക് ഒരു ഓൾട്ടോ ഇറക്കുന്ന പൈസന് അത്യാവശ്യം നല്ല വലിയൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുള്ളോട് ഒരു WRV, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ ഫേസും ആണ് വരുന്നത്. മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് EMI അടക്കാൻ തയ്യാറാണോ? നമുക്ക് 0 ഡൗൺ പേയ്മെന്റിലൊക്കെ നല്ല മോഡൽ കൂടിയതും വാറണ്ടിയിലൊക്കെ ഉള്ള വാഹനങ്ങൾ ലഭിക്കുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്, എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. ലൊക്കേറ്റ് ചെയ്യുന്നത് കാലിക്കറ്റ് അത്താണിക്കലാണ്. ഇവിടെ നേരിൽ സ്കോഡ ഷോറൂം, അതേപോലെ BMന്റെ സർവീസ് സെന്റർ ഒക്കെ നേരെ അടുത്തായിട്ടാണ്. നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. ഏകദേശം നമുക്ക് 10-100ഓളം വാഹനങ്ങൾ നമുക്ക് ഒരേ സമയത്ത് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഫണ്ടിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും. സോ നമുക്ക് ഈ ഒരു ഇയർ എൻഡിങ് ഒക്കെ ആയതുകൊണ്ട് മാക്സിമം ഫണ്ടിങ്, അതേപോലെ തന്നെ സ്പെഷ്യൽ ഓഫറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് ഒരുക്കിയിട്ടുണ്ട്. സോ അപ്പൊ നമുക്ക് നേരെ ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് കൂടുതലുള്ള ഷർഫാദാണ്. ഷർഫാദ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ നമുക്കൊരു 7 സീറ്റർ അല്ലേ, നമുക്ക് ഫുൾ ഓൺ ചെയ്യാം അല്ലെ? ഫുൾ ഓൺ ചെയ്യാൻ കഴിയും. 2023 വണ്ടി വരുന്നത്. 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ. ലക്ഷറി പ്ലസ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ലേ? ഇത് ഡീസൽ അതോ പെട്രോൾ ആണ്? ഡീസലാണ് വരുന്നത് വണ്ടി. ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. CVT ഓട്ടോമാറ്റിക്കലി ഡീസലില് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ കഴിയും വണ്ടി. ഓക്കെ, നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ 19,75,000 രൂപ. 19,70. നിലവിൽ നമുക്ക് ഏകദേശം 23 സംതിങ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, 23,80 വരുന്നുണ്ട്. അപ്പൊ ഒരു 4-5 ലക്ഷം നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. ഫുൾ ലോണ്. പിന്നെ നമുക്ക് ഇത് ഏകദേശം നമുക്ക് ലോൺ എത്ര വരും? ലോൺ അതിന്റെ എബോ നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പൊ ഈ വണ്ടിയിൽ. ഓക്കെ, മറ്റേ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. ഓക്കെ, അപ്പൊ പക്ക നമുക്ക് കമ്പനി വാറണ്ടി നിലവിലുണ്ട്. നിലവിലുള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ വെറും 10,000-ന് നമുക്ക് ഏകദേശം 4 ലക്ഷം സേവ് ചെയ്തിട്ട് അതും ഫുൾ ഓൺ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. നിസാന്റെ മൈക്രയാണ് വരുന്നത്. എക്സൽ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ളത്. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനം. ഇന്റീരിയർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് CVT ഓട്ടോമാറ്റിക്കില് പെട്രോൾ ആണ് വരുന്നത്. 15-16 മൈലേജ് പ്രതീക്ഷിക്കാം അല്ലെ? അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ. 2017 ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ ഇപ്പൊ 44,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇതിപ്പോ വണ്ടി വന്നിട്ടുള്ളൂ, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അതാണ് വണ്ടി ഈ കണ്ടീഷനിൽ കാണുന്നത്. വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. വാഷിംഗ് ഒക്കെ തുടങ്ങുന്നുള്ളൂ, വണ്ടി വന്നിട്ടുള്ളൂ. നമ്മൾ എത്ര ഇതിന് ചോദിക്കുന്നത്? നമ്മളിപ്പോ ഇതിന് ചോദിക്കുന്ന 4,85,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 40,000 നമുക്ക് 40,000 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. മാരുതി സുസുക്കി സിയാസ് അല്ല, കിട്ടുന്ന നമ്പറൊക്കെയാണ് അല്ലെ? 3333. അതും ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 2018 മോഡൽ വണ്ടി. ഓണർഷിപ്പിൽ 78,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങൾ. ഈ വെഹിക്കിൾസിനൊക്കെ നമുക്ക് മഹീന്ദ്രന്റെ വാറണ്ടി കാര്യങ്ങൾ ഇതിൽ നമുക്ക് 2 വർഷത്തെ വാറന്റിയും കൊടുക്കാൻ കഴിയും. 1 വർഷത്തെ ഓൾ ഓവർ ഇന്ത്യ RSA കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റൂല. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന് എത്രയായിരുന്നു ചോദിക്കുന്നത്? 7,74,000 രൂപ നമുക്ക് ചോദിക്കാം. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50K ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ കഴിയും. 50,000 രൂപ സുഖമായിട്ട് ഈ ഫുൾ ലോഡ് വാഹനം ഇറക്കാം. അതും ഫുൾ കമ്പനി സർവീസ്, ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. പ്ലസ് നമുക്ക് മഹീന്ദ്ര നൽകുന്ന 2 ഇയർ വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണല്ലോ. ടാറ്റ ടിയാഗോ ഫുൾ ലോഡ് വണ്ടി തന്നെയല്ലേ വരുന്നത്? ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ. ആണ് വണ്ടി വരുന്നത്. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. കേരളത്തിൽ കൊല്ലം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഒരു 54,000 കിലോമീറ്റർ. 54,000. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇന്ത്യ സൈഡ് ആണെങ്കിലും അത്യാവശ്യം സ്പേസിയസ് ആണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യമാണെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. സോ നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം? റേറ്റ് വരുന്നത് 5,95,000 രൂപയാണ്. 5,95,000 അല്ലേ? നമുക്ക് ഏകദേശം എത്ര വണ്ടി ഇറക്കാം? നമുക്ക് ഫുൾ ഓൺ ഇറങ്ങാൻ പറ്റും. ഇത് ഫുൾ ഓൺ, 1 രൂപ പോലും വേണ്ട. നമുക്ക് ഡോക്യുമെന്റ് ഓക്കെ ആണെങ്കിൽ വണ്ടിയായിട്ട് വരിക. ഓക്കെ, അത്യാവശ്യം മൈലേജ് കാര്യങ്ങളും ബോഡി വെയിറ്റും ഉണ്ട്. അത്യാവശ്യം മൈലേജും കിട്ടും ഈ വണ്ടി. ഇത് നമുക്ക് പ്ലസ് 2 ഇയർ വാറണ്ടി അതിന് നമുക്ക് 2 ഇയർ വാറന്റിയും കിട്ടും. 1 ഇയർ റോഡ് അസിസ്റ്റ് ഓൾ ഓവർ ഇന്ത്യയും കൊടുക്കാൻ കഴിയും. പെർഫോമൻസ് പ്ലസ് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ പക്കയാണ്. ഓൾറെഡി സെയിം എഞ്ചിന് പെർഫോമൻസ് ഒക്കെ വരുന്ന
അതിന്റെ സെഡാന് അമിയോ KL40 രജിസ്ട്രേഷന് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡൽ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് അല്ലേ? ടോപ്പ് എൻഡ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. കിലോമീറ്റേഴ്സ് എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 ലക്ഷം ഓടിയിട്ടുണ്ട് വണ്ടി. ഫുൾ കമ്പനി സർവീസ് ആണോ? ഫുൾ കമ്പനി സർവീസ് ആണ്. എത്രയൊക്കെ അവൈലബിൾ? ഇത് നമുക്കിപ്പോ 5,45,000 അവൈലബിൾ ആയിരിക്കും. 5,45,000 ആണ് ആസ്കിംഗ് പ്രൈസ് അല്ലേ? നമുക്ക് പ്രൈസ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആണല്ലോ? ആ പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 50 ഉണ്ടെങ്കിൽ എന്തായാലും വണ്ടി ഇറക്കാൻ കഴിയും. 50 രൂപയ്ക്കുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് ആണ് വരുന്നത് അല്ലേ? സോ നമുക്ക് ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരിക്കും. 20+ മുകളിലൊക്കെ വരുന്ന ഒരു പ്രീമിയം വെഹിക്കിൾസിലൊക്കെ വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സോ നല്ല പെർഫോമൻസ്, മൈലേജ് പ്ലസ് ഓട്ടോമാറ്റിക് അല്ലേ? അപ്പൊ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഇറക്കാം. അടുത്ത നമുക്ക് ഒരു സെഡാന്റെ സൗകര്യം കിട്ടുന്ന ഒരു ഹാച്ച് ബാക്ക് ആണ് ഹോണ്ട ജാസ്. ഇതിന്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് ഫ്രീ എന്ന് തന്നെ പറയാം. അപ്പൊ കറക്റ്റ് നമ്മൾ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് പക്കയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫാമിലി വെഹിക്കിൾ ആണ്. നല്ല സ്പേഷ്യസും ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മോഡൽ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനത്തെ ക്ലെയിം പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. SV ആണ് ഓപ്ഷൻ. AC പോസ്റ്ററിംഗ്, ഫോർഡോ പവർ വിൻഡോ, അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ ആണെങ്കിലും നമുക്ക് പൊതുവെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെഡാന്റെ സൗകര്യങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടും. ഒരു 16-15 ഒക്കെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. അപ്പോൾ എത്രയായിരുന്നു ഇതിന് ചോദിക്കുന്നത്? നമുക്ക് പ്രൈസ് എങ്ങനെയായിരുന്നു? നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 5 ലക്ഷത്തിന് നമുക്ക് വണ്ടി ഇറക്കാൻ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 50 ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി 50 രൂപ ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ള ഒരാളെ സംബന്ധിച്ച് കൊണ്ടുപോകാം. നല്ല ബെസ്റ്റ് പ്രൈസ് 5 ലക്ഷം രൂപയാണ്. നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഉണ്ടാവും. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ജാസ് കഴിഞ്ഞാൽ തന്നെ അതേ ഒരു ലെവലിൽ സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ് WRV. നല്ല അടിപൊളി വാഹനമാണ്. നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ, നല്ല സ്പേഷ്യസ് ആയ ഒരു വെഹിക്കിൾ. എങ്ങനെയായിരുന്നു ഇതിന്റെ WRV ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? 2017 മോഡലാണ്. ഒരു മിഡിൽ ഓപ്ഷനിൽ വരുന്ന വണ്ടി. AC പോസ്റ്റ്. പിന്നെ ഇതിൽ മിഡിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ല. ഇതിൽ നമുക്കൊരു സൺറൂഫിന്റെ കുറവുണ്ട്. അതേപോലെ റിയറിൽ വൈപ്പറും ഇല്ല. ബാക്കിയെല്ലാം വരുന്നുണ്ട് അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വരെയാണെങ്കിൽ 5,45,000. 5,40,000. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. 50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ അത്യാവശ്യം മൈലേജും വളരെ കുറഞ്ഞ മെയിൻ്റെനൻസ് ഉള്ള നല്ലൊരു അടിപൊളി വാഹനമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ട്രാക്കിന് 50,000 രൂപയ്ക്ക് ഒരു വാഹനം ഇറക്കി. ചേഞ്ച് ഉണ്ട്. 70,000 ആണ്. 78,000 കിലോമീറ്റർ അല്ല, 70,000 ഓടിയിട്ടുള്ള വണ്ടി. അപ്പൊ 70,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. നമുക്ക് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപയ്ക്ക് ഒരു വാഹനം ഇറക്കാം. അപ്പൊ SV ആണ് ഓപ്ഷൻ വരുന്നത്. അതൊരു ചെറിയ ബഡ്ജറ്റിൽ ഓൾട്ടൊക്കെ നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് വെൽ മെയിൻറ്റെയിനിങ് ഒക്കെ വളരെ കുറവുള്ള ഒരു വാഹനമാണ്. നിസാന്റെ സബ് ബ്രാൻഡായ ഡാറ്റ്സന്റെ റെഡിഗോ. നല്ല കിഡ്ലം ഫാൻസി നമ്പർ, അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ സൈഡ് ഒക്കെ നോക്കുന്നത് അത്യാവശ്യം സ്പേഷ്യസ് കാര്യങ്ങളൊക്കെയാണ്. പെട്രോൾ ആണ്. ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2015 മോഡലാണ്. 68,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ ഓടിയ വണ്ടിയാണ്. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ആക്സിഡന്റ്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമ്മൾ ഇതിന് ചോദിക്കുന്നത് വെറും 2,19,000 രൂപ മാത്രമാണ്. 2,19,000 അല്ലേ? ഏകദേശം ഒരു 10-30 രൂപ വണ്ടി ഇറക്കാൻ കഴിയും. അപ്പൊ ചെറിയൊരു പൈസക്ക് നമുക്ക് ഒരു ഓൾട്ടോ ഇറക്കുന്ന പൈസന് അത്യാവശ്യം നല്ല വലിയൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹുണ്ടായുടെ i10 KL59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു വാഹനം. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2011 സ്പോർട്സ്. തൊട്ട് താഴെ ഉള്ളത്. പിന്നെ ഇന്ത്യൻ സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് സ്റ്റീരിയോ കാര്യങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ് കവേഴ്സ്, ഫോർഡോ പവർ വിൻഡോ, പിന്നെ അത്യാവശ്യമുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. റിയറിൽ നമുക്ക് സ്പോയിലർ കാര്യങ്ങൾ, റിയറിൽ വൈപ്പർ, അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്നുണ്ട് അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. എന്നില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 48,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മള് 2,19,000 ഇതിനും ചോദിക്കുന്നത്. 2,19,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 40 ഉണ്ടെങ്കിൽ 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വീണ്ടും ഒരു i10 തന്നെയാണ് വരുന്നത്. സിൽവർ ആണ് വരുന്നത്. അതേപോലെ 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ 10 നല്ല നമ്പറൊക്കെയാണ് വരുന്നത്. ഇന്ത്യൻ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പെട്രോൾ ആണ്. 15-16 മൈലേജ് പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2009 വണ്ടിയാണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങള് ഇല്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് 1,25 വിത്തൗട്ട് റിന്യൂവൽ ആണ് നമുക്ക്. അപ്പൊ നമുക്ക് 2009 ആണ് റിന്യൂവൽ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 1,25 നമുക്ക് റിന്യൂവൽ ഇല്ലാതെ ഒരു വാഹനം ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഉണ്ടാവില്ല? ഓ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.
വീണ്ടും നമുക്കൊരു ടിയാഗോ വരുന്നുണ്ട്. KL76 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. എങ്ങനെ ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2021 സിംഗിൾ ഓണർഷിപ്പില് സിംഗിൾ ഓൺഷിപ്പിൽ 2021 മോഡല്. എക്സെറ്റ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്നത്. പ്ലസിന്റെ ഒരു കുറവുണ്ട് അല്ലേ? ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഇല്ല ഒന്നുമില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 44,000 കിലോമീറ്റർ ആണ് വണ്ടി. 44,000 കിലോമീറ്റർ. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ്? ഒരു 5,80,000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം. 5,80,000 അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിനും നമുക്കൊരു 50 അടുത്ത് അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ തന്നെ ഇതിന് ചെയ്യാൻ കഴിയും. ഫുൾ ലോൺ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും. യെസ്. അപ്പോൾ 2021 ആണ് മോഡൽ കൂടിയ ഒരു വാഹനം. നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ₹1 പോലും മുടക്കാതെ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട് അല്ലേ? വീണ്ടും നമുക്കൊരു ന്യൂ ഫേസിലൊക്കെ വരുന്ന ഏറ്റവും ഫുള്ളോട് ഒരു WRV, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ ഫേസും ആണ് വരുന്നത്. KL13 രജിസ്ട്രേഷൻ 696 നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയർ ആണെങ്കിൽ ഏകദേശം ഒരു 90+ ടയേഴ്സ് കാര്യങ്ങളെല്ലാം. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2021 സിംഗിൾ ഓണർഷിപ്പിൽ 44,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് സൺറൂഫ് അടക്കം വരുന്നുണ്ട്. സൺറൂഫ് വരെ വരുന്ന വണ്ടി, അതും ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. കിലോമീറ്റർ പറഞ്ഞത് 44,000 കിലോമീറ്റർ അല്ലേ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 9 ലക്ഷമാണ് ഇതിന് ചോദിക്കുന്നത്. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഇതും ഒരു 50 ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിയും. 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. പുഷ്പട്ടൻ സ്റ്റാർട്ടിങ്, ക്രൂസ് കൺട്രോൾ, കമ്പനി അലോയ്സ്, സൺറൂഫ്, അങ്ങനെ A to Z എല്ലാ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ന്യൂ ഫേസും ആണ്. പ്രൊജക്ടർ ലാമ്പ് വരെ വരുന്നുണ്ട്. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 50,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ചെറിയ ബഡ്ജറ്റിൽ ഒരു ചെറുവാഹനം, അതും നമുക്ക് ഓട്ടോമാറ്റിക്കലി ന്യൂ ഫേസിൽ വരുന്ന ഹുണ്ടായി സാൻഡ്രോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഓട്ടോമാറ്റിക്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 63,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസ് അല്ലേ? നമ്മൾ എത്ര ഉണ്ട് ഇതിന് ചോദിക്കുന്നത്? ഇതിന് 4,48,000 രൂപയാണ് ചോദിക്കുന്നത്. 4,40,000 അല്ലേ? നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഇതും നമ്മൾ കുറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിയും. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ഇറക്കാൻ കഴിയോ? ഫുൾ ഓണിൽ ഇറക്കാൻ കഴിയും. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ₹1 പോലും മുടക്കണ്ട. സുഖമായിട്ട് ഈ ഒരു വാഹനം ഇറക്കാം. റിയറിൽ AC വെന്റ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അതേപോലെ ഓട്ടോമാറ്റിക് വേണം. അത്യാവശ്യം മൈലേജും ഉണ്ട്. വെൽ മെയിൻറ്റൈൻ ആയിട്ട് കൊണ്ടുവരുന്ന നല്ലൊരു അടിപൊളി വാഹനം. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ₹1 പോലും മുടക്കാതെ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഷെർഫാദ്, അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ വെഹിക്കിൾസ് ഉണ്ട്. ഏകദേശം 100-100ഓളം വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് എല്ലാ വാഹനങ്ങളും നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 2 year വാറണ്ടി, നമുക്ക് 2 year വാറണ്ടിയും കൊടുക്കാൻ കഴിയും. 1 year ഓൾ ഓവർ ഇന്ത്യ റോഡ് അസിസ്റ്റും നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് എവിടെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എന്ത് ബ്രേക്ക് ഡൗൺ ആവും, എന്ത് അപേക്ഷ നമുക്ക് മഹീന്ദ്ര വന്നിട്ട് നമുക്ക് അതിനുള്ള സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരും. സോ നമുക്ക് നല്ല കളക്ഷൻസ് ഏകദേശം ഉള്ളതിൽ നിന്ന് നമുക്ക് കുറച്ച് മോഡൽസ് ആണ് കാണിച്ചു തന്നത്. ഫുൾ ഓൾ നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാം. 50,000, 30,000, 40,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം സ്വന്തമാക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത് കാർ ആൻഡ് ബൈക്ക് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് സൂപ്പർ സ്റ്റോർ കാലിക്കറ്റ് അത്താണിക്കലാണ്. നമുക്ക് സ്കോഡ ഷോറൂമിന്റെ അതേപോലെ BMന്റെ സർവീസ് സെന്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സർഫ സൈനിങ് ഓഫ്.